ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്റെ കത്തിൽ തന്നെ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഒരു വിജയം വലിയ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടാണ് വിജയം ഉണ്ടാകുന്നത്. അപ്പുറത്ത് 10 വർഷക്കാലം ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ അധികാര ദുർവിനിയോഗവും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പണം വാരിക്കോരി കൊടുത്തു. 300 കോടിയുടെ, നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ 300 കോടി രൂപയുടെ ഫ്ലക്സ് വെച്ച് രാജ്യവ്യാപകമായി ഈ തെരഞ്ഞെടുപ്പിൽ 3ാം വട്ടം അവർ വരുമെന്ന് പറഞ്ഞു. അവരെല്ലാ രീതിയിലും ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനം നടത്തിക്കൊണ്ട് തന്നെ ഒത്തിരി പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷൻ പോലെയുള്ള പെൻഷനുകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ കൊണ്ട് വിതരണം ചെയ്യാൻ പോകുന്നു. അപ്പുറത്ത് ബി ജെ പി പണം കൊടുത്ത് വോട്ട് പിടിച്ചു എന്ന് മാധ്യമങ്ങൾ പോലും പറയും. എന്റെ അഭിപ്രായമല്ല. പ്രധാനമന്ത്രി രണ്ട് പ്രാവശ്യം തെരഞ്ഞെടുപ്പ് വരുന്നു. അമിത്ഷാ കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നു. കേന്ദ്രത്തിലെ എല്ലാ കേന്ദ്രമന്ത്രിമാരും നോമിനേഷൻ സമർപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിയോടൊപ്പം കേന്ദ്രമന്ത്രിമാർ പോകുന്നു. ഇതൊന്നും ഇന്ന് വരെ കണ്ടിട്ടുള്ളതല്ല. ഒരു കേന്ദ്രമന്ത്രി ചെയ്യാത്ത കാര്യമാണ്. അത്രമാത്രം അധികാരം പ്രയോജനപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന് BJPയും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ശ്രമിച്ച ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ സാധാരണക്കാരായ പ്രവർത്തകർ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിച്ച് ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ വിജയത്തിന്റെ ശോഭ കെടുത്താൻ പാടില്ല. ആ ശോഭ കെടുത്തുന്ന ആരാ? ഒരു നേതാവുമല്ല. ഒരു നേതാവിന്റെയും പിൻബലവും ഇല്ലാത്തില്ല. ഇത് കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ചില ആളുകൾ വന്നിരിക്കുക. പക്ഷെ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ 3 പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അവരെല്ലാം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പല രീതിയിൽ എലിജിബിൾ ആണ്. അപ്പൊ അത്തരം ചർച്ചകൾ ഒരു തരത്തിൽ വേണ്ടതല്ലേ? അണികൾക്കിടയിൽ അത് അണികളല്ല, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയമല്ല ഇത്. ഞാൻ റിസൾട്ട് വരെ കാത്തിരിക്കേണ്ടവർ. റിസൾട്ട് കാത്തിരിക്കുന്ന ശേഷം സ്വാഭാവികമായും MLA-മാരുടെ അഭിപ്രായം ചോദിക്കും, നേതാക്കന്മാരുടെ അഭിപ്രായം ചോദിക്കും. അപ്പൊ അഭിപ്രായം പറയും. ഇത് തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം തുടങ്ങിയല്ലോ. അത് ആർക്കാ ഇത് ഗുണം ചെയ്യുന്നത്? ആർക്കും ഗുണം ചെയ്യില്ല. ഒരു നേതാവിനും ഗുണം ചെയ്യാൻ വേണ്ടിയുള്ള ചർച്ചയല്ല അവർ നടത്തുന്നത്. ഈ നേതാക്കന്മാരൊക്കെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത്. അങ്ങനെ അപകീർത്തിപ്പെടുത്താൻ കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഖേദമുണ്ട്, ദുഃഖമുണ്ട്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത്ര